ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. ഇന്ന് ഇപ്പോൾ പോകണം. ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ നീറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ നീറ്റിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഉണ്ട് കേട്ടോ നീറ്റിട്ട്. അപ്പോൾ എനിക്ക് നല്ല കുറച്ച് പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. കാരണം 2 മാസമായി സ്കൂളിലേക്ക് ആയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പല്ല് തേച്ചു, അതേപോലെ മുഖം കഴുകി. പിന്നെ ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ടു എന്നെ കണ്ണാടിയിൽ കണ്ടു. അപ്പോൾ ഞാൻ കണ്ണാടീൻ്റെ അടുത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ണാടി കണ്ടു എൻ്റെ മുഖമൊക്കെ കുറച്ച് ചപ്ര പോലെ, മുഖമല്ല, തലയൊക്കെ കുറച്ച് ചപ്ര പോലെയൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്നും പറയാൻ പറ്റില്ല. ഒരു മരത്തിൻ്റെ ഒരു ബോക്സാണ്. ഞാനതിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വെച്ചാൽ മേശയിലും അങ്ങനെ ഒട്ടിക്കണ ടേബിൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഇതാണ്. അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ബുക്കുകൾ എനിക്ക് ഇത്ര ബുക്കല്ല, ഇനിയും കിട്ടാണ്ട്. അതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കിട്ടിയത് മാത്രം ചട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ യെല്ലോ പൗച്ചാണ് ഞാൻ സ്കൂളിലേക്ക് കോമൺ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഉള്ള ആ പൗച്ചും പിന്നെ ആ ജോമെട്രി ബോക്സും. ഇന്ന് ജോമെട്രി ബോക്സ് മാത്രമാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതൊരു റഫ് ബുക്ക്. ഇത് കൊണ്ടുപോകണം എന്തായാലും. ചിലപ്പോൾ അറിയാം എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിച്ചാലോ, അത് കാരണം എന്തായാലും ഞാൻ കയ്യിൽ വെച്ചു. പിന്നെ ഈ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ പേനകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത്ര പേനയൊന്നും ഇല്ല, എന്നാലും ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു സംഭവമില്ല, അത് ഉണ്ടാക്കിയല്ല, കിട്ടിയതാണ്. അതിൻ്റെ അടിയിൽ കാർഡ്ബോർഡിൻ്റെ പീസ് താഴെ ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൽ ഞാൻ കുറച്ച് പേനയും 2-3-4 2 പെൻസിലും ഹൈലൈറ്റർ 2 ഉണ്ട്, അതൊക്കെ ഇട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് കൊണ്ടുപോകണ പെൻസിലും പേനയാണിത്. ഇന്ന് ഇതൊക്കെ മതി കേട്ടോ, കാരണം പഠിപ്പിക്കലുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും. അപ്പോൾ ഞാൻ ഇത്ര തൽക്കാലമാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ബോക്സിലേക്ക് ഇട്ടു. ബോക്സ് ഞാൻ പറഞ്ഞില്ല, ജോമെട്രി ബോക്സാണ് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അത് ജോമെട്രി ബോക്സിലിട്ട് അത് ഇനി തുടയ്ക്കണം. ഇത് പറയുന്നത് റബ്ബറും കട്ടറും വരുന്നതാണ് കേട്ടോ. അതാണ് ജോമെട്രി ബോക്സിൽ റബ്ബർ ഞാൻ മേടിക്കാത്തത്, എന്തായാലും മേടിക്കണം. അപ്പോൾ അതിൽ റബ്ബറും കട്ടറും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് എടുത്ത് തന്നെ വെച്ചു. പിന്നെ ഈ ബോക്സ് കൊണ്ടുപോകണ കാരണം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. ഈ പൗച്ച് ഞാൻ ഈ സൈഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബാഗ് ഇന്നലെ മിനിങ്ങാനായിട്ട് തിരുമ്പിയതാണ്. അതിൻ്റെ ഒരു വൃത്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നല്ല ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ബാഗ് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിബിലാണ് ഞാൻ എപ്പോഴും ബുക്കുകൾ വെക്കാറ്. ആ വലിയ സിബാണ്. അതിൽ ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട് ബുക്കല്ലല്ലോ, അതാണ് ഞാൻ അതിൽ വെക്കാൻ നിന്നില്ല. പകരം നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു കുറച്ച് കുഞ്ഞ് സിബാണ് കേട്ടോ. അത് എന്തായാലും തികയും. അപ്പോൾ അതിൽ വെക്കാൻ വിചാരിച്ചു. ഒരു ബോക്സും പിന്നെ ആ റഫ് നോട്ടും ഞാൻ വെച്ചു അതിലേക്ക്. അതിനുശേഷം ആ സിബിന് നമ്മൾ അടയ്ക്കാം. ഞാൻ ഒറ്റ കയ്യിൽ ഫോൺ ഒറ്റ കയ്യിൽ ഇങ്ങനെ ഇത് ചെയ്യണം. അതിനുശേഷം എനിക്ക് സിബ് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ കട്ടാക്കിയിട്ട് സിബ് അടച്ചിട്ടു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം ഈ ചെറിയ സിബിൽ ഞാൻ ടവലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ആ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. എൻ്റെ വിചാരം അപ്പോൾ വീഡിയോ ഓണായിരുന്നു എന്നാണ്. പക്ഷേ വീഡിയോ ഓണായിരുന്നു ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കാണിക്കേണ്ട വിചാരിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഈ ഒരു ബുക്ക് വെച്ചതിൻ്റെ ബാക്കിലുള്ള സിബിലാണ് ഞാൻ പ്ലേറ്റ് വയ്ക്കുന്നത്. ഞങ്ങൾക്ക് ചോറൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും, പ്ലേറ്റും കൊണ്ടുപോയാൽ മതി. പിന്നെ വെള്ളമൊക്കെ കിട്ടും, എന്നാലും ഞാൻ വെള്ളം കൊണ്ടുപോട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വാട്ടർ ബോട്ടിൽ ആക്കിയിട്ടില്ല, കാരണം അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആക്കിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 7 മണിക്കാട്ടോ. ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ബാഗൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. കുറച്ച് നടന്നിട്ട് വേണം റോട്ടിലേക്ക് എത്താൻ. അവിടെയാണ് ബസ് വരിക. അപ്പം 9 മണിയാകുമ്പോൾ റോഡെത്തണം. അല്ല, ഇവിടുന്ന് 9 മണിയാകുമ്പോൾ ഇറങ്ങും. 7 മണിയായിട്ടുള്ളൂ. അതാണ് ഞാൻ അത്ര സ്ലോ മോഷനിൽ ചെയ്യുന്നത്. പിന്നെ ടവൽ ഞാൻ ഈ സിബിൽ വെക്കും കേട്ടോ. ഇപ്പോൾ എനിക്ക് പോകുമ്പോൾ ഇതിൽ വെക്കണം. പിന്നെ ഞാനിപ്പം കുളിച്ചിട്ടില്ല, ഇന്ന് കുളിക്കുന്നില്ല, പകരം മേല് കഴുകുകയാണ് ഞാൻ ചെയ്യണത്. അപ്പം ഞാൻ ജസ്റ്റ് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചായ കുടിച്ചിട്ടില്ല, പകരം ഇന്ന് സ്കൂളിലെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ടെൻഷനിൽ എന്തൊക്കെയൊക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കണമൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടോ. അതിൻ്റെ തിരക്കിൽ നേരം കുറച്ച് കഴുകി. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് വേണ്ടതെന്ന്. എൻ്റെ കണ്ണിൻ്റെ അവിടെ എന്തൊരു വെള്ളപ്പാണ്ട്, അത് ഞാൻ തുടച്ചാണ്. ഇതാണ് കേട്ടോ എൻ്റെ ബാഗൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടെന്നുണ്ട്, ഞാനത് തുടച്ച് കളഞ്ഞു. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് സ്കൂളിൽ പോകാം. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടോ വേഗം മുടിയൊക്കെ മടഞ്ഞിട്ടു, കാരണം നല്ല ചൂടായിരുന്നു. മഴക്കാലമാണെങ്കിലും ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ബോക്സും ബുക്കൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. അതൊക്കെ ബാഗിൽ തന്നെ വെച്ചാൽ ഒരു ഇതാവും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറച്ച് ആ സാധനം കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ഒതുക്കിയിട്ടു.
അപ്പോൾ ഇതാണ്ട് ഇതിൽ ഈ മേലത്തെ 2 ബുക്ക് എൻ്റെ അല്ല, അത് എൻ്റെ ചേച്ചിയുടെയാണ്. ഇതൊക്കെയാണ് എൻ്റെ ബുക്കുകൾ. ഫുള്ളായിട്ട് ചട്ടിട്ടില്ല കേട്ടോ, കുറച്ചേ ചട്ടിട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇന്ന് വൈകുന്നേരം ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തൊരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടുത്തെ നായ്ക്കുട്ടിയാണ്. അപ്പോൾ അതവിടെ കിടന്നുറങ്ങിക്കോട്ടെ. പിന്നെ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ മുല്ലപ്പൂ ചെടിയാണ്. ഇങ്ങനെ ചില വീടുകളിൽ മരത്തിലൊക്കെ വള്ളിയായിട്ടുണ്ടാവും. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ചെടിയായിട്ടാണ്, കൊണ്ട പോലത്തെ ചെടിയാണ്. അപ്പോൾ അതിൽ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പൂവുകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കുറേ പൂവാവും. ഇങ്ങനെ കുറേ നല്ല രസമാണ് രാത്രിയൊക്കെ ആകുമ്പോൾ വേണ്ടി കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമില്ല. ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു കല്യാണം ഉണ്ടായിരുന്നു എനിക്ക് 2-3 ദിവസം മുമ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ദാരിദ്ര്യമാണ്. അപ്പോൾ അനിയത്തി വരുന്നുണ്ട്, അവളെന്തോ പഠിക്കൽ പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവളൊന്ന് കാണിച്ചാണ്. അവളുടെ അടുത്ത് കാണിക്കട്ടെ ചോദിച്ചിട്ടാട്ടോ കാണിച്ചത്, അല്ലെങ്കിൽ അവളെന്നെ ചീത്തയൊന്നും പറയില്ല എന്നാലും. അപ്പോൾ ഇവിടെ തുളസിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വാടിപ്പോയി, കാരണം അത്രയ്ക്കും വേനൽക്കാലമായിരുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയ്ക്കും ചൂടായിരുന്നു. അതൊക്കെ വാടിപ്പോയി തുളസിയൊക്കെ. ഇപ്പോൾ ഒരുവിധം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെയൊക്കെ മരമാണ്. അപ്പോൾ അവളെന്തോ മഴ വരാറായി പറഞ്ഞു എന്നൊക്കെ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മഴയത്തല്ല, മഴ ചാറുമ്പോൾ ഇങ്ങനെ. ഇവിടെ ചെറിയ പൂപ്പലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കലൊക്കെ പോയി കളിക്കായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ നല്ല ചെളിയാണ്, എനിക്ക് കളിക്കാൻ അറപ്പാണ്. അപ്പോൾ അത് കാരണം വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്നു. എന്താ വെച്ചാൽ എൻ്റെ ഇവിടെ വേറെ ബുക്കുകളുണ്ടായിരുന്നു, അതിനൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ മറന്നുപോയി. അതൊക്കെ വൃത്തിയാക്കി വെക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ വൃത്തിയാക്കി വെക്കാനും ബുക്കുകളൊക്കെ അടുക്കി വെക്കാനും ഒക്കെ, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ 2 ബുക്ക് അതിൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടില്ല, കാരണം അച്ഛൻ നെയിം സ്ലിപ്പ് തീർന്നു പോയി. അപ്പം ഇന്ന് വേണം അത് ഒട്ടിക്കാൻ. അപ്പോൾ ഞാൻ ഇത് ഇന്ന് തന്നെ എടുത്ത്. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല നെയിം സ്ലിപ്പ്, അത് കാരണം ഇന്ന് വൈകുന്നേരം വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഇതിൽ പകുതിയും പഴയ പേനകളാട്ടോ എൻ്റെ കയ്യിൽ ഉള്ളത്. പിന്നെ 2 ലെക്സേ ഉള്ളൂ, ബാക്കിയൊക്കെ കുറച്ച് പഴയ പേനയാണ്. പിന്നെ ഈ സാധനം ഞാൻ നേരത്തെ കാണിച്ചാണ്. എനിക്കെന്താണെന്നറിയില്ല, കണ്ടോ ഇതിൻ്റെ അടിയിൽ വെള്ള പെയിൻ്റൊന്നും അടിച്ചല്ല കേട്ടോ, ഒരു വെള്ള കാർഡ്ബോർഡ് വെച്ചാൽ നമ്മളെന്തെങ്കിലുമൊക്കെ മിക്സി അതിലേക്ക് പൊടിക്കുമ്പോൾ കിട്ടില്ലേ, എനിക്ക് ഒരു ഫാം അടിച്ചതിൻ്റെ ബോക്സ് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതങ്ങനെ വെച്ചു. പിന്നെ അവിടെ ജോമെട്രി ബോക്സിൻ്റെ മേലെ സ്റ്റാപ്ലറും അതിൻ്റെ പിന്നെ കുറേയൊന്നുമില്ല കേട്ടോ, ആകെ കുറച്ചേ ഉള്ളൂ. അതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല, അത് കുറച്ചായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാം കൂടി മേടിക്കുമ്പോൾ നമുക്ക് ഇതായിരിക്കില്ല, ഭയങ്കര ടഫായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം വന്നിട്ട് ചായ ഒന്നും കുടിച്ചില്ല. അമ്മയും ചേച്ചിയും അവളൊക്കെ ചായ കുടിച്ചു, ഞാൻ ഹോർലിക്സാണ് കുടിച്ച്. ചായക്ക് ഉണ്ടാക്കാൻ വെച്ച ചൂടുവെള്ളം ഞാൻ അമ്മത്തിൻ്റെ തന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കലക്കി കുടിച്ചു. അപ്പോൾ അവരെന്തോ നെയിം സ്ലിപ്പിൽ ബുക്കൊക്കെ ഉണ്ടായിരുന്നു, അതിലെന്തൊക്കെ പേരങ്ങനെ എന്തൊക്കെ എഴുതാണ്. ഇപ്പുറത്ത് ചേച്ചി, അപ്പുറത്ത് അനിയത്തി, അങ്ങനെയാണ് അവരെന്തൊക്കെ കാട്ടണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ചേച്ചീനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അനിയത്തി, അവൾ എന്തൊക്കെ അവളുടെ ചേച്ചിയുടെ ബുക്ക് നോക്കിയിട്ട് എന്തൊക്കെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കളിച്ചൊക്കെ ഇരുന്നു. പിന്നെ അപ്പോഴേക്ക് വേഗം ഇരുട്ടാവുമല്ലോ. വൈകുന്നേരം ആയപ്പോൾ ബുക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നു എനിക്ക് ചട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതിങ്ങനെ ചട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചട്ടിടാൻ വലിയ കാര്യത്തിൽ അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഒരുവിധം നല്ല നീറ്റൊന്നും ആവില്ല, ഒരുവിധം നീറ്റിൽ എനിക്ക് ഇടാൻ പഠിച്ചു. കൊല്ലം തന്നെയാണ് ഇടാൻ പഠിച്ചത്. ആദ്യമൊക്കെ അമ്മയും അച്ഛനൊക്കെ ആയിരുന്നു ചട്ടിട്ട് തരിക. പിന്നെ അമ്മയ്ക്കൊക്കെ കൂടുതൽ ചട്ടിടുമ്പോഴേക്കും തല കറങ്ങും കേട്ടോ, വെച്ചാൽ തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം ചേച്ചിക്ക് അല്ലെങ്കിലും അറിയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പഠിച്ചു. ഞാൻ ഇങ്ങനെ അവളെനിക്ക് ചട്ടിടുന്ന കണ്ടിട്ട് അങ്ങനെ പഠിച്ചു. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് വൃത്തികേടായിട്ടാണ് ഞാൻ ചട്ടിടുക. അത് സൈഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത് മാത്രം എനിക്ക് കുറച്ച് ടഫാണ്. സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ചട്ടിട്ട പേപ്പർ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടഫാണ് ചട്ടിടുന്ന കാര്യത്തിൽ. പക്ഷേ എനിക്ക് ചട്ടിട്ടതിന് സ്റ്റാപ്ലർ ഇരിക്കാനും അതുമാത്രമല്ല നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ട് പേരൊക്കെ എഴുതാനും ആ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചട്ടിടുമ്പോൾ നമ്മൾ ഫസ്റ്റായി പേപ്പറൊക്കെ അതിന് വേണ്ട അളവൊക്കെ കട്ട് ചെയ്യണം, അതൊക്കെ ഭയങ്കര പാടാണ്. എനിക്കതൊന്നും അത്ര ഇഷ്ടമല്ല. പകരം നെയിം സ്ലിപ്പ് ഒട്ടിക്കുക, അതുപോലെ അതിൻ്റെ പേരൊക്കെ എഴുതുക, ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമാണ്. ഈ വീഡിയോ കുറച്ച് ലോങ് ആയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് വോയിസ് ഓവർ ആയിരിക്കും. അപ്പോൾ
അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ അറ്റത്ത് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുമായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം നീറ്റായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റാപ്ലറൊക്കെ ഒട്ടിച്ചു കേട്ടോ. പിന്നെ ഞാനിത് ലേബിൾ ഒട്ടിക്കാൻ പോവാണ്. ലേബിൾ എന്നല്ല, നെയിൽ സ്ലിപ്പ് എന്നാണ് പറയുക. നെയിൽ സ്ലിപ്പ് ഒട്ടിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ നെയിൽ സ്ലിപ്പാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയോണ്ട് ഞാനത് മേടിച്ചു കേട്ടോ. ഏതാണെങ്കിലും ഇതാക്കും. പക്ഷേ എനിക്ക് ബാർബിയുടെയും പ്രിൻസസ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അല്ലാണ്ട് കാറിൻ്റെയും ബൈക്കിൻ്റെയും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. പിന്നെ അങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ളതും ഒരുപാട് ഇഷ്ടം പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ. അതാകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ കാണാൻ. അപ്പം ഞാൻ നെയിൽ സ്ലിപ്പ് എടുക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. നമ്മളിത് ഒരെണ്ണെടുക്കുമ്പോൾ മറ്റേന്ന് ഇങ്ങനെ ചീന്തി വരും. അങ്ങനെയൊക്കെ അപ്പോൾ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ട് നോക്കി കുറച്ച് ഇത് ടൈം എടുത്തു അത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ തന്നെ ഈ സ്ലിപ്പ് ഇതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഒരുവിധം വൃത്തിയായി തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നെയിൽ സ്ലിപ്പ് ഒട്ടിച്ചു. ചില സമയത്ത് നെയിൽ സ്ലിപ്പ് നമ്മൾ ഉള്ളിലൊക്കെ ചുളുങ്ങാവില്ലേ, അത് കാരണം എനിക്ക് കുറച്ച് ഇതുണ്ട്. അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് വന്നു. കണ്ടോ, അപ്പോൾ നല്ല നീറ്റായില്ലേ തോന്നുന്നു. അപ്പോൾ സ്റ്റാപ്ലർ ഒട്ടിക്കാനൊന്നും വലിയ പാടില്ല. അത് കാരണം അതൊക്കെ ഞാൻ ചെയ്യും. നെയിൽ സ്ലിപ്പ് ഒട്ടിക്കുക, പേരൊക്കെ എഴുതാം. ഇതിൽ പേരൊന്നും എഴുതിയിട്ടില്ല, പേരൊക്കെ എഴുതണം. സബ്ജക്റ്റ് ഞാൻ എഴുതിയില്ല, കാരണം ടീച്ചർമാർ ഇപ്പോൾ ഏതൊക്കെ എടുക്കുകയെന്ന് അറിയില്ലല്ലോ. 2 ദിവസമൊന്നും ക്ലാസ് അങ്ങനെ വലിയ കാര്യത്തിൽ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ പേരും ക്ലാസ്സും അതൊക്കെ എഴുതി. സബ്ജക്റ്റ് ഒന്നും എഴുതിയില്ല കേട്ടോ. കാരണം സബ്ജക്റ്റൊക്കെ എഴുതി നമ്മൾ പെട്ടെന്ന് പോയിടും. ടീച്ചർമാർ ഇപ്പോൾ ഏതെടുക്കുക പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ സബ്ജക്റ്റ് ഒന്നും എഴുതിയില്ല. പകരം പേരും ക്ലാസ്സും സ്കൂൾ പേരൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ എടുത്ത് നെയ്സിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അടുത്ത നോട്ട് ബുക്ക്, ഇതൊക്കെ എനിക്ക് ഈ പരിപാടിയൊന്നും അത്ര ഇതില്ല. അപ്പോൾ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടാണ് ഫുള്ളായിട്ട് ഇത് ചട്ടിട്ട് കേട്ടോ. ബാക്കി എത്ര 3 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി നോട്ട് ബുക്ക് ചട്ടിടാൻ. അതാണ് പിന്നെ വേഗം കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പെട്ടെന്ന് പറയാൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അറ്റം കട്ട് ചെയ്യണമല്ലോ, കണ്ടു ഞാൻ മുറിച്ച് വെച്ചിട്ടില്ലേ, അറ്റം അങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണമാണ് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയത്. വെച്ചാൽ അവിടെ ഇങ്ങനെ മടങ്ങാണ്ടായിട്ട് കുറച്ച് ഇതാണ് ആ സൈഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിനുശേഷം എന്താ ഇങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. എല്ലാ ഉള്ളിലൊക്കെ എന്താ പേജൊക്കെ കൂട്ടിയിട്ട് ചട്ടിട്ടുണ്ടോ അതോ ഇല്ലേ പേജൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഞാനത് സ്റ്റാപ്ലർ ഒട്ടിച്ചു. അതിന് ശേഷം സ്റ്റാപ്ലർ 4 സൈഡും അപ്പുറത്തും ഇപ്പുറത്തും ഞാനായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ. അതിന് ശേഷം ഞാൻ നെയിൽ സ്ലിപ്പ് സാധാരണ പോലെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേരും ക്ലാസ്സും ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൽ. കാരണം എനിക്ക് എത്ര സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതിയിട്ടില്ല. അതായിരിക്കും എനിക്ക് കുറച്ച് നല്ലത് എന്ന് തോന്നുന്നു. പിന്നെ സ്കൂളിൻ്റെ പേര് അതൊക്കെ ഷോർട്ടായിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. സംസാരിച്ച് കുറച്ച് പതുക്കെ ആവുന്നുണ്ട്. വെച്ചാൽ എൻ്റെ സൗണ്ട് ഓൾറെഡി അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ചട്ടിട്ട് കഴിഞ്ഞു, അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് ആ ചേച്ചിയുടെ ബുക്കാണ് വെച്ചിരിക്കുന്നത്. ഞാൻ തൊട്ടും കൊണ്ടിരിക്കുന്നത് ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഇടയിലായിട്ടാണ് ഞാൻ നെയിൽ സ്ലിപ്പ് ആകെ ബാക്കി 4 ഉണ്ടായിരുന്നുള്ളൂ. ഇടയിലായിട്ടാണ് നെയിൽ സ്ലിപ്പ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ ഇത്രയാണ് എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അടുക്കി വയ്ക്കുകയാണ്. നോട്ട് ബുക്ക് ഇനിയും ടെസ്റ്റൊക്കെ കിട്ടിയിട്ട് വേണം അത് ചട്ടണം കേട്ടോ. അതാണ്. അപ്പോൾ ആ നോട്ടും ഒക്കെ ഞാനിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി. അപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫൈനൽ ലുക്ക് എന്നൊന്നുമില്ല, എന്നാലും നമ്മളുടെ ഒരിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ വൃത്തിയൊന്നും എടുക്കാറില്ല. ഇതെൻ്റെ ഒരു ചെറിയ കസാരയാണ്. തൽക്കാലത്തേക്ക് ഞാൻ ഇതിലാണ് ഇരിക്കുക കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ അടുക്കി വെച്ചതൊക്കെ ഇഷ്ടമായില്ലേക്ക് എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ പിന്നീട് ഞാൻ ചോറുണ്ടാൻ തുടങ്ങി. ഇത് മീൻ വറുത്ത ചട്ടിയാണ് കേട്ടോ. മീൻ വറുത്ത ചട്ടിയിൽ ചോറിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഉണക്കമീനായിരുന്നു, വേറെ ഒന്നും ഞാൻ കൂട്ടിയില്ല. ഉണക്കമീനും അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്ത ചട്ടിയിലിട്ടിട്ട് ചോറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാത്തിനും ഓരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചോറ് കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ കിടക്കാൻ നിൽക്കുകയാണ്. വെച്ചാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കുക, ഫോൺ കൊണ്ടുപോയി വയ്ക്കുക, നേരെ കിടന്നിറങ്ങുക. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ.